നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 കുഞ്ഞുങ്ങളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇപ്പോൾ 11 വയസ്സുള്ള ഒരു കുട്ടി കൂടി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. എന്നാൽ പല കാരണങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങളെന്ന് ഡോക്ടർ സൗമ്യ സരിന്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മരണങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളുടെ മരണങ്ങളാണ്. അതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമുക്ക് അറിയുന്ന കുഞ്ഞുങ്ങൾ മരിക്കണം എന്നില്ല, അല്ലെ? ഏതൊരു കുഞ്ഞും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പരിചയമില്ലെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചെറിയ വേദന വരും, അതാരുടെ കുഞ്ഞാണെങ്കിലും. അപ്പോ എന്നെ പോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ കേട്ട ഒരു വാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ചില കുഞ്ഞുങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ഈ ടോക്ക് ചെയ്യുന്ന ഇന്ന് പോലും ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടു. കാസർഗോഡ് ഒരു സ്കൂളിൽ 11 വയസ്സുള്ള 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്പോർട്സ് ഡേ ആയിരുന്നു, അതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതേ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൽ 2 മരണങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. 2 കുട്ടികളുടെ മരണങ്ങൾ കൂടി ഞാനിങ്ങനെ ഓൺലൈൻ ഏതൊക്കെയോ വാർത്തകളിൽ കണ്ടു. അതിലൊന്ന് ഒരു കുട്ടി രാത്രി ഉറങ്ങാൻ പോയിട്ട് ഉറക്കത്തിൽ മരിച്ച ഒരവസ്ഥയും, ഇതേ പറഞ്ഞ വേറൊരു കുട്ടി ഇതുപോലെ കുഴഞ്ഞു വീണ് മരിച്ച ഒരു വാർത്തയുമായിരുന്നു. അപ്പൊ പലരും അതിന്റെ താഴെ കമന്റ് ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ വലിയ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കേൾക്കാറുണ്ട്. ഇവൻ ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഓക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കുട്ടികള് 10ഉം 12ഉം വയസ്സുള്ള കുട്ടികള് എങ്ങനെയാണ് ഈ ഉറക്കത്തിൽ മരിക്കുന്നത്, എങ്ങനെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഇവർക്കൊക്കെ എന്താ പറ്റുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. കുട്ടികളിൽ കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങളും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ചിലപ്പോൾ ഉറക്കത്തിലായിട്ടുള്ള മരണങ്ങളും ഇതൊക്കെ സംഭവിക്കുമോ? ഇനി സംഭവിച്ചാൽ തന്നെ എന്താണ് അതിന്റെ കാരണങ്ങൾ? ഇങ്ങനെ സംഭവിക്കാം. വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. അതിന്റെ കാരണങ്ങളും ഒരു പരിധിവരെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് അറിയാവുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണശേഷമായിരിക്കും മനസ്സിലാവുക. പലപ്പോഴും ചിലപ്പോൾ മനസ്സിലായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം ഇതിന്റെ പല കാരണങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ആയിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഹൃദയമാണ്, ഹാർട്ട്. നമുക്കറിയാത്ത പല പ്രശ്നങ്ങളും ജനനത്തിൽ തന്നെ പല കുട്ടികൾക്കും ഉണ്ടായിരിക്കാം. ഇനി ജനനത്തിൽ ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ച് വലുതാവുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ശരിയാണ് ബ്രെയിൻ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും ആദ്യം ചിന്തിക്കുക ഹൃദയത്തിനെ പറ്റിയിട്ടാണ്. കാരണം ഹൃദയത്തിന്റെ മിടിപ്പ്, അതാണ് നമ്മുടെ ജീവന്റെ ജീവന്റെ മിടിപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിന്റെ മിടിപ്പാണ്. അപ്പൊ ഈ ഹൃദയം പ്രോപ്പറായിട്ട് മിടിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വളരെയധികം അത്യാവശ്യമാണ്. ഈ ഹൃദയം ഇടിക്കുന്നതിന് അതിന്റെ താളത്തിലോ അല്ലെങ്കിൽ ഹൃദയമിടിപ്പിന്റെ ആ ഒരു തോതിലോ അല്ലെങ്കിൽ അത് എത്രത്തോളം ശക്തമായിട്ട് മിടിക്കുന്നു അതിലോ എന്തെങ്കിലും വ്യത്യാസം വന്നു പോയി കഴിഞ്ഞാൽ അത് ജീവഹാനി അഥവാ മരണത്തിന് കാരണമായേക്കാം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഈ കുട്ടികളിൽ കാണുന്ന പ്രശ്നം. ഹൃദയത്തിന്റെ മിടിപ്പിലുള്ള താളക്രമത്തിലുള്ള വ്യത്യാസം, അതിനെന്താ പറയുക? അറിത്മിയ എന്ന് പറയും. അതായത് ഹൃദയം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു താളത്തിലാണ് ഇടിക്കുന്നത്, അല്ലാതെ തോന്നിയ പോലെയല്ല. അപ്പൊ ആ ഒരു താളത്തിൽ പല ക്രമക്കേടുകളും വരുന്നതിനെയാണ് കാർഡിയാക് അറിത്മിയാസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും അത് കണ്ടുപിടിക്കാൻ പറ്റിക്കോണം എന്നില്ല. പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ വേറെ പല അസുഖങ്ങളൊക്കെ ആയിട്ട് കാണിക്കാൻ വരുമ്പോൾ നമ്മൾ അവരുടെ ഹൃദയമിടിപ്പ് നോക്കുമ്പോൾ അതിൽ നമ്മളിങ്ങനെ അവരുടെ പൾസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയിരിക്കാം അവരുടെ പൾസ് നോർമൽ ആയിട്ടല്ലല്ലോ മിടിക്കുന്നത് എന്ന് നമ്മൾ തോന്നുക. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ECG നോക്കുമ്പോഴായിരിക്കാം അവരുടെ ഹൃദയമിടിപ്പിന്റെ താളക്രമം തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും നല്ലൊരു ശതമാനം കേസുകളും ചിലപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ, ഇത് കണ്ടുപിടിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറെ കുട്ടികൾ നമുക്കിടയിൽ ഇത്തരത്തിൽ ജന്മനാ തന്നെ ഹൃദയ താളമെടുപ്പിലെ ക്രമക്കേടുകളുമായിട്ട് ജനിക്കുന്നുണ്ട്. കാർഡിയാക് അറിത്മിയാസ് ജന്മനാ തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ കാലക്രമേണയും ഉണ്ടാവാവുന്ന ചില അസുഖങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടാണെങ്കിലും ഇത് മുന്നക്കൂട്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കുട്ടികളിൽ ഇങ്ങനെ അത് സഡൻ കാർഡിയാക് ഡെത്തിന് കാരണമാവും. അപ്പൊ കുട്ടികൾ ആ കാർഡിയാക് അറിത്മിയയുടെ ഫലമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കാണാം. ചിലപ്പോൾ ഉറക്കത്തിൽ മരിക്കുന്നത്, രാത്രി ഉറക്കത്തിൽ മരിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. സോ കുട്ടികളിൽ കാണുന്ന ഇത്തരത്തിലുള്ള സഡൻ ഡെത്തുകൾക്ക് പ്രധാന കാരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അവരുടെ കാർഡിയാക് അറിത്മിയാസ് ആണ്. അതായത് ഹൃദയത്തിന്റെ താളക്രമത്തിലുള്ള ക്രമക്കേടുകളാണ്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിന്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം. നമുക്കറിയാം ഹൃദയത്തിന് 4 അറകളുണ്ട്, 2 ഏട്രിയം, 2 വെൻട്രിക്കിൾ. ഈ ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും ഇടതുഭാഗത്തും വലതുഭാഗത്തും വേർതിരിക്കുന്ന കൃത്യമായ ഭിത്തികളുണ്ട്. രക്തം ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഒഴുകുന്നത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകളുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാൽവുകളുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ
രക്തയോട്ടം ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രം, അതായത് മുകളിൽ നിന്ന് താഴേക്കും പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രമാണ് നമ്മുടെ രക്തചംക്രമണം നടക്കുന്നത്. അതിൽ ഈ വാൽവുകളുടെ പ്രവർത്തനത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പൊ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങളുണ്ട്, ചില വാൽവിന്റെ ചില പ്രശ്നങ്ങൾ, അതായത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് എന്ന് പറയും. ഹൃദയത്തിന്റെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസസ് ചിലപ്പോൾ ജന്മനാ തന്നെ ഉണ്ടാവാം. അത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടാതെ ആ കുട്ടി വളർന്നു വലുതാവാം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ഈ രോഗം മൂർച്ഛിക്കാനും അത് പെട്ടെന്നുള്ള സഡൻ ഡെത്തിന് കാരണമാവാനും സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മൈട്രൽ വാൽവ് പ്രൊലാപ്സ്, MVP എന്ന് പറയും. അതിൽ പലപ്പോഴും കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കാണാറുണ്ട്. സോ രണ്ടാമത്തേതും ഹൃദയത്തിന്റെ പ്രശ്നമായിട്ടാണ്. മൂന്നാമത്തേത് ചില ജനറ്റിക് പ്രശ്നങ്ങൾ, പാരമ്പര്യമായിട്ട് ചാനലോപ്പതീസ് എന്ന് പറയും, അതായത് കാർഡിയാക് ചാനലോപ്പതീസ്. അവിടെയും പ്രശ്നം വരുന്നത് ഈ ഹൃദയത്തിന്റെ ഉള്ളിലൊക്കെ കുറെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ്. അതായത് ഈ വാൽവുകളുടെ പ്രവർത്തനം, പല നോഡുകളുടെയും പ്രവർത്തനം, ഹൃദയം കൃത്യമായിട്ട് മിടിക്കുന്നത്, ഇതെല്ലാം ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ ഒരു സംഭവത്തിലാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കാർഡിയാക് ചാനലോപ്പതീസ് എന്ന് പറയും. അതും ഹൃദയത്തിന്റെ കൃത്യമായിട്ടുള്ള മിടിപ്പിനെ തകരാറിലാക്കാം, സഡൻ കാർഡിയാക് ഡെത്തിൽ കലാശിക്കാം. പലപ്പോഴും ഇത് ജനറ്റിക് ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിട്ടാണ് കാണാറുള്ളത്. സോ മൂന്നാമത്തെ കോസും ഹൃദയത്തിലാണ് വരുന്നത്. നാലാമത്തെ കോസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തന്നെയാണ്. അതെങ്ങനെയാണെന്നറിയോ? ഹൃദയത്തിനുണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസ്. ഇപ്പോ നിങ്ങൾ കേൾക്കാറുണ്ട്, കുഞ്ഞിന് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരണപ്പെട്ടു, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ച് കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു. അതിൽ അധിക ശതമാനം കേസുകളിലെയും പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും ചെറുതായ ഒരു ചെറിയ പനിയും ജലദോഷവും നീർക്കെട്ട് എന്നൊക്കെ പറയുന്ന പോലെ വളരെ മൈൽഡ് ആയിട്ടായിരിക്കും തുടങ്ങുക, ഒരു വൈറൽ ഡിസീസ് ആയിട്ട്. പക്ഷേ ഈ വൈറസ് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ വൈറൽ ഇൻഫെക്ഷൻസ് ഹൃദയത്തിനെ ബാധിക്കുമോ? ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ചില കുഞ്ഞുങ്ങളിൽ ഇത് ഹൃദയത്തിനെ ബാധിച്ച് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ, ഹൃദയത്തിന് ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ ഇൻഫെക്ഷൻ വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? ഹൃദയത്തിന്റെ ഈ പറയുന്ന ആ മിടിക്കുന്ന ശക്തി ഉണ്ടല്ലോ, അതങ്ങ് കുറയും. ഇങ്ങനെ നന്നായിട്ട് മിടിക്കേണ്ട ഹൃദയം പതുക്കെ ഇങ്ങനെ പതുക്കെ മിടിക്കാൻ തുടങ്ങും. ഈ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ മയോകാർഡൈറ്റിസിൽ എന്താ പറ്റുന്നത്? ഹൃദയത്തിന്റെ ശക്തി കുറയുമ്പോൾ രക്തം നമ്മുടെ ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിലേക്ക് എത്തുന്നതിന്റെ ആ തോത് കുറയും, അല്ലേ? നമ്മളിപ്പോ നല്ല രീതിയിൽ പമ്പ് ചെയ്യുമ്പോഴല്ലേ ആ ശക്തിയോടുകൂടി നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും രക്തം എത്തൂ. പക്ഷേ ഇതിന്റെ ഇത് കുറയുമ്പോൾ എന്താ പറ്റുക? രക്തചംക്രമണത്തിന്റെ ശക്തി കുറയും. അതിന്റെ ഭാഗമായിട്ട് ഹൃദയം സഡൻ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെ പ്രശ്നങ്ങളിലാണ് കുട്ടികൾ പെട്ടെന്ന് മരണപ്പെടുന്നതായിട്ട്. ആദ്യം ഞാൻ പറഞ്ഞു ഹൃദയത്തിന്റെ കാർഡിയാക് അറിത്മിയാസ്, അതായത് ഹൃദയം മിടിക്കുന്നതിന്റെ താളക്രമത്തിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തേത് ഹൃദയത്തിന്റെ കൺജനിറ്റൽ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസസ്, ഹൃദയത്തിന്റെ ജന്മനാ തന്നെയുള്ള ചില വാൽവുകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ജന്മനാ തന്നെയുള്ള ചില വൈകല്യങ്ങളിൽ ഇത്തരത്തിൽ കാണാറുണ്ട്. മൂന്നാമത്തേത് പറഞ്ഞത് മയോകാർഡൈറ്റിസ്, ഹൃദയത്തിനുണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസ്, അധികവും വൈറലായിരിക്കും. അത് പലപ്പോഴും ചെറിയ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും കാണുക, പക്ഷെ കുട്ടി പെട്ടെന്ന് മരണപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. നാലാമത്തേത് ജനിതകമായി കാണുന്ന ചില ചാനലോപ്പതീസ്, അത് ഹൃദയത്തിനുള്ളിൽ നോർമലായിട്ട് ഉണ്ടാവേണ്ട ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ തകരാറിലാക്കുകയും ഹൃദയത്തിന്റെ മിടിപ്പിനെ പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഹൃദയം മാത്രമാണോ പ്രശ്നക്കാരൻ? അല്ല. ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രശ്നക്കാരനാവാറുണ്ട്. സാധ്യതകൾ കുറച്ചുകൂടി കുറവാണ് എങ്കിൽ പോലും. എന്തിലാണ്? എപ്പിലെപ്സി, അപസ്മാര രോഗം. പലപ്പോഴും ഇത്തരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പല ഹൃദയത്തിന്റെ പ്രശ്നങ്ങളും കണ്ടുപിടിക്കപ്പെടാതെ പോകാം. അതുപോലെ തന്നെ കണ്ടുപിടിക്കപ്പെടാതെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് കുട്ടികളിലെ അപസ്മാര രോഗം. അപ്പോൾ ഇങ്ങനെയുള്ള അപസ്മാര രോഗമുള്ള കുട്ടികളിൽ ചിലപ്പോൾ ഇത് അച്ഛന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല, ഇത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളും ചിലപ്പോൾ രാത്രിയൊക്കെ ഈ അപസ്മാരം വന്നിട്ട് അറിയ പോലുമില്ല നമ്മൾ മരണപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. ഇതേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും കുട്ടികളെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ചിലപ്പോൾ അപസ്മാര രോഗം മൂലമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു സാധ്യതയാണ്. പിന്നെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തലയിലുള്ള ചില ട്യൂമറുകൾ, ചിലപ്പോൾ ഈ തലയിലുള്ള ട്യൂമറുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ചില തലവേദന, ഛർദി, പലപ്പോഴും നോൺ സ്പെസിഫിക് സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് സംശയം തോന്നില്ല ഇത് തലയിലുള്ള ട്യൂമറും കൊണ്ടാണ്. അപ്പോൾ വളരെ ചെറിയ ശതമാനമാണെങ്കിലും ചില കേസുകളിൽ അത് മിസ്സായി പോവാം. അപ്പൊ അങ്ങനെ ചില ട്യൂമറുകൾ തലയിൽ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടും, ഇനിയിപ്പോൾ തലയിൽ തന്നെ വേണമെന്നില്ല, കുട്ടികളിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ചില ട്യൂമറുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടാതെ ഇരിക്കുന്ന ചില ട്യൂമറുകളും ഇത്തരത്തിലുള്ള സഡൻ ഡെത്ത് കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഇതൊരു ഫുൾ ലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഹൃദയത്തിന്റെ അറിത്മിയ, ഇപ്പോൾ ഇത് കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധ്യതയില്ല.
അപസ്മാര രോഗം ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് അറിയാൻ സാധ്യതയില്ല. ഹൃദയത്തിന്റെ സ്ട്രക്ചറൽ ഡിസീസസ് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള മരണങ്ങളിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറവായിരിക്കും. എല്ലാത്തിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം എല്ലാവരോടും ചെയ്യണമെന്ന് പറയാറുണ്ട്. കാരണം ചില കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ പോസ്റ്റ്മോർട്ടം ഇങ്ങനെയുള്ള അൺനാച്ചുറൽ ഡെത്തുകളിൽ അത്യാവശ്യമാണ്. ഇങ്ങനെ കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഉറക്കത്തിൽ മരിക്കുന്നു, അങ്ങനെ സംശയകരമായിട്ടുള്ള ഏത് ഡെത്തുകളിലും അത് കുട്ടിയാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എല്ലാ പോസ്റ്റ്മോർട്ടത്തിലും നമുക്ക് കാരണം അറിയാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ആ സാധ്യത അവിടെ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഈസ് എ മസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോക്കിൽ നമുക്ക് പറയാനുള്ളത്. കുറേ പേര് എന്നോട് മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കോട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ മരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്ക് ചെയ്തത്. മാക്സിമം അച്ഛനമ്മമാരിലേക്കും അതുപോലെ അധ്യാപകരിലേക്കും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കണം. കാരണം ചില കുട്ടികളിലെങ്കിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടാലും അതിന് വേണ്ട ചികിത്സ കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഗൗരവം പലപ്പോഴും അച്ഛനമ്മമാർക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഇങ്ങനെ കുട്ടികളുടെ അപസ്മാര രോഗമാണെങ്കിലും കാർഡിയക് അറിത്മിയാസ് ആണെങ്കിലും നമ്മൾ ഡോക്ടർമാർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ അവർ തയ്യാറാവാറില്ല. പക്ഷേ അത് നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവന് തന്നെ ചിലപ്പോൾ അപകടമായേക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അതുകൊണ്ട് മാക്സിമം അച്ഛനമ്മമാരിലേക്കും അധ്യാപകരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ബൈ. ചില കുട്ടികളിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാലും മാതാപിതാക്കൾ അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തുവെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി വേണ്ട ചികിത്സ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഉറപ്പാക്കുക. എങ്കിൽ ഇത്തരം മരണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആശങ്കയായി തുടരുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത മാത്രം പോരാ, ഒരൽപ്പം ഭയം കൂടി വേണമെന്നാണ് നിലവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 7 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിവേഗം തലച്ചോറിനെ ബാധിക്കുന്ന ഈ രോഗത്തെ എങ്ങനെ സുരക്ഷിതമായി നേരിടാമെന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ സൗമ്യ സരിൻ. നമ്മൾ ഏതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും, പ്രത്യേകിച്ച് കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ഒരു ലേശം ഭയം കൂടി വേണം എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല കാരണങ്ങളുണ്ട് അതിന്. ഏതാണ് ആ ആരോഗ്യ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം. എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിൽ തന്നെ നമ്മൾ 3-4 ടോക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ സമയത്തൊക്കെ കേസുകൾ ഇത്തരത്തിൽ ഒരു പെരുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, എന്നും ടി വിയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞപ്പോൾ ഈ മാസം തന്നെ 7 മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2016 നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതും ആലപ്പുഴയിൽ. പക്ഷേ അതിനുശേഷം 2021 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കേസുകൾ മാത്രമേ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ കേസുകൾ, എനിക്ക് തോന്നുന്നു ആകെ മൊത്തം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 8 കേസുകൾ. അതായത് 2016 മുതൽ 2023 വരെ നോക്കുകയാണെങ്കിൽ വെറും 8 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കണം, കഴിഞ്ഞ മാസത്തിൽ 7 മരണങ്ങൾ ഉണ്ടായി. അപ്പൊ എത്ര കേസുകൾ, അതിനേക്കാളൊക്കെ ഉപരി കേസുകൾ. ഇതിന്റെ വേറെ പ്രശ്നം എന്താണ്? 97%, അതായത് ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യത, മരണസാധ്യത വളരെ ഉയർന്ന ഒരു അസുഖം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സോ ഈ 2023 മുതൽ 2025 വരെ നോക്കുന്ന സമയത്ത് കേസുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ഒരു സർജ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കേസുകളുടെ എണ്ണം കൂടി. അത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസത്തിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. മരണങ്ങളും വളരെയധികം കൂടി. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ലേശം ഭയം കൂടി ജാഗ്രതയുടെ കൂടെ വെക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇതിപ്പോഴത്തെ ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോക്കാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലായിടങ്ങളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു, 2016 ആദ്യത്തെ കേസ്. അപ്പോൾ ഇപ്പോൾ കേസുകൾ വളരെയധികം കൂടുന്നു. എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം? എന്താണ് ഈ പറയുന്ന അണു? അമീബ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ രൂപമൊക്കെ മാറാൻ പറ്റുന്ന ഒരു സാധനം. അതൊരു ഏകകോശ ജീവിയാണ് അമീബ. അപ്പൊ ഈ അമീബ നമ്മുടെ കെട്ടിക്കിടക്കുന്ന മലിനജലങ്ങളിലാണ് ഇത് സാധാരണ രീതിയിൽ കാണുന്നത്. ഈ അമീബ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ആക്കും അല്ലെ,
ഇങ്ങനെ മുഖത്തേക്ക് തെറിപ്പിക്കാറില്ലേ, ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ, നമ്മുടെ മൂക്കിന്റെ ഈ അപ്പർ സൈഡിലൂടെ, അതായത് മൂക്കിന്റെ റൂഫ് എന്ന് പറയാം, മേൽക്കൂര, അതായത് വെറുതെ മൂക്കിന്റെ ഇവിടെയൊന്നും ആയാൽ കാര്യമില്ല, മൂക്കിന്റെ ഉള്ളിലേക്ക് പോയി ആ മൂക്കിന്റെ അപ്പർ സൈഡ് കൂടെ ആണ് ഇത് നേരെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് എത്തുന്നത്. ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുക, അതായത് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒരു അമീബ. കാരണം അത്രയ്ക്ക് ഒരു നെക്രോസിസ് ആണ് ഇത് തലച്ചോറിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മരണ ശതമാനം ഇത്രയും അധികം. കാരണം ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കാര്യം നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിന്റെ ആ ഒരു സിവിയറിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ ആ ഒരു എന്താ പറയാ, അതിനെന്താ പറയുക, തീവ്രത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് ബ്രെയിനിനെ നശിപ്പിക്കുകയും മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ എവിടെ നിന്നാണ് പരക്കുന്നത് എന്ന് മനസ്സിലായി. എങ്ങനെയാണ്, ഏത് വഴി? നമ്മുടെ മൂക്കിന്റെ അപ്പർ സൈഡ് വഴിയാണ് ഇത് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി. അപ്പൊ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒരൊറ്റ വാക്കേ ഉള്ളൂ, ജലജാഗ്രത. ജലജാഗ്രത. നിങ്ങൾ കുളിക്കുന്ന, കുടിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും, പക്ഷേ ഞാൻ ഈ പറഞ്ഞല്ലോ, അപകട സാധ്യതയും മരണ ശതമാനവും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു 50-50 എന്നേ പറയാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് ജലജാഗ്രത എങ്ങനെയാണ്? പിന്നെ പലരും ചോദിച്ചു എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ. നോക്കൂ, ഏതൊരു, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിനെ ബാധിക്കുന്ന ഏതൊരു ഇൻഫെക്ഷൻ, അത് വൈറസ് ആവട്ടെ, ബാക്ടീരിയ ആവട്ടെ, അമീബ ആവട്ടെ, ഇതിനൊക്കെ ഒരു കോമൺ സിംറ്റംസ് ആണ്. എന്തൊക്കെയാ അത്? തലവേദന, ശക്തമായ പനി, ഛർദി, അപസ്മാരം, പിന്നെ ബോധമണ്ഡലത്തിലുള്ള വ്യത്യാസം, അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ബോധം മറയുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള, തലച്ചോറിനെ ബാധിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻസിന്റെയും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന് വരിക. സോ ശക്തമായ പനി, ശക്തമായ തലവേദന, ഛർദി, അപസ്മാരം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പിന്നെ ഈ പറയുന്ന ബോധമണ്ഡലത്തിലുള്ള മാറ്റം. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ കണ്ടാലും ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ഇനി എങ്ങനെയാണ് നമ്മൾ, എവിടെ നിന്നൊക്കെയാണ് സാധ്യത? നോക്കൂ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസുകൾ വളരെ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ സ്വിമ്മിങ് ക്ലാസ്സുകൾ, ഞാൻ അതിനെ നെഗറ്റീവായിട്ടല്ല പറയുന്ന കേട്ടോ, പക്ഷേ മുക്കിനും മൂലയിലും കൂണ് പോലെയാണ് സ്വിമ്മിങ് ക്ലാസ്സുകളും സ്വിമ്മിങ് പൂളുകളും ഒക്കെ മുളച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല കാര്യം തന്നെയാണ്. സ്വിമ്മിങ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കായിക സംഭവം തന്നെയാണ്, ഒരു ലൈഫ് സേവിങ് സ്പോർട്സ് ആണെന്ന് ഞാൻ അപ്പോൾ പറയും. അത്യാവശ്യം എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന സ്വിമ്മിങ് പൂളുകളിൽ അല്ലെങ്കിൽ വാട്ടർ തീം പാർക്ക്, ഈ രണ്ട് സംഭവങ്ങളാണ് ഇങ്ങനെ കൂടുപോലെ മുളയ്ക്കുന്നത്. അവിടെയും ഇവിടെയൊക്കെ വാട്ടർ തീം പാർക്കുകൾ, അവിടെയും ഇവിടെയൊക്കെ സ്വിമ്മിംഗ് പൂളുകളും സ്വിമ്മിംഗ് ക്ലാസ്സുകളും. നല്ല കാര്യം തന്നെയാണ്, ഇത് രണ്ടും അത്യാവശ്യമാണ്. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ടോ? ഇവിടെ വരുന്ന വെള്ളം പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുന്ന സ്വിമ്മിംഗ് ക്ലാസ് ആവട്ടെ, വാട്ടർ തീം പാർക്ക് ആവട്ടെ, ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് കൃത്യമായ ഇടവേളകളിൽ ആ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ, ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഞാൻ കാണുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം, പലപ്പോഴും കുട്ടികൾക്ക് ഈ ക്ലോറിന്റെ മണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ, കുറച്ച് പഞ്ചൻ സ്മെല്ലാണ്. അപ്പൊ ഈ ക്ലോറിന്റെ മണം പറ്റില്ല, ക്ലോറിന്റെ കാരണം ദേഹത്ത് ഉണല് വരുന്നു, തടിച്ചു പൊന്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂള്, കുട്ടികളെ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളുകൾ പലപ്പോഴും ക്ലോറിനേഷൻ ചെയ്യാതെ വിടുന്നത് കാണാം. അതായത് വലിയ ആളുകൾ ഉപയോഗിക്കുന്നതിനെ ക്ലോറിനേറ്റ് ചെയ്യും, കുട്ടികൾ ചെയ്യുന്നതിനെ ഇങ്ങനെ, കുട്ടികൾക്ക് ഈ മണം വേണ്ട, കുട്ടികളുടെ സ്കിന്നിന് പ്രശ്നം വരണ്ട എന്നൊക്കെ നോക്കി, അതൊക്കെ കുഞ്ഞു പ്രശ്നങ്ങളാണ്. പക്ഷേ ക്ലോറിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമായിരിക്കും. സോ ക്ലോറിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത് രണ്ടാളുകളാണ്. ഒന്ന് നിങ്ങൾ ആസ് എ പാരന്റ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു ചെക്കിംഗ് അത്യാവശ്യമാണ് എന്നുള്ളത് പറയാണ്. പിന്നെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ളതിനാണ്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് കോമൺ ആയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒഴുകി പോകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഒരു കുളം അല്ലെങ്കിൽ ഈ പാറമട, അവിടെയൊക്കെ കുളിക്കാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ, പാറമടയിൽ ഉള്ള വെള്ളം, കുളം, സ്വിമ്മിംഗ് പൂളുകൾ, അപ്പൊ ഇങ്ങനെയൊക്കെ ഈവൻ ഷവറിലൂടെ ഇപ്പൊ പറയുന്നത്, ഇങ്ങനെയുള്ള വെള്ളം അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ ഷവറിൽ കുളിക്കുകയാണെങ്കിൽ അതിൽ കൂടെ പോലും ഇത് വരാലോ അല്ലേ. ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കുളത്തുനിന്ന് വെള്ളം അടിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കിണറിന്ന്, ഇങ്ങനെ മലിനമായ ഒരു കിണറിന്ന്, പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാത്ത ഒരു കിണറിന്ന് നിങ്ങൾ വെള്ളം അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൽ ഷവറിൽ കുളിക്കുന്നു, അല്ലെങ്കിൽ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൽ കുളിക്കുന്നു. ഇതിന് കുളത്തിൽ തന്നെ പോയി കുളിക്കണം അല്ലെങ്കിൽ പാറമടയിൽ തന്നെ പോയി കുളിക്കണം എന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഷവറിൽ കുളിച്ചാലും പൈപ്പിൽ കുളിച്ചാലും ഇത് വരാം. എങ്ങനെയാണ്? നിങ്ങൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അത് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ. സോ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള അശുദ്ധമായിട്ടുള്ള
കുളങ്ങളിലും പാറമടകളിലും അല്ലെങ്കിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഏത് ജലസ്രോതസ്സുകളിലും കുളിക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം, അത് കിണറുന്നായാലും കുളത്തുനിന്നായാലും, അത് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത്? നോക്കൂ, ഒരു കിണറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുളമൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാൻ വളരെയധികം അളവിൽ ക്ലോറിൻ വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ നിങ്ങൾ അടുത്തുള്ള ഏതാണോ തദ്ദേശ സ്ഥാപനങ്ങൾ അവരെ സമീപിക്കണം. പക്ഷെ ഒരു കിണർ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 4 മീറ്റർ ചുറ്റളവുള്ള ഡയാമീറ്റർ ഉള്ള ഒരു കിണറില് ഒരു പടവ്, നമ്മൾ കിണർ ഇങ്ങനെ റിങ് അല്ലെങ്കിൽ പടവ് എന്നാണല്ലോ പറയുക, ഒരു പടവ് ഒരു 1000 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. 4 മീറ്റർ ചുറ്റളവുള്ള ഒരു കിണറിൽ ഒരു പടവിൽ ഏകദേശം 1000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 12 പടവ്, 12 റിങ് അല്ലെങ്കിൽ 15 റിങ്, അങ്ങനെ എത്ര പടവുണ്ടോ ആ പടവിന്റെ അനുസരിച്ച് ആ എത്ര ലിറ്റർ വെള്ളമാണെന്ന് കണക്കാക്കുക. ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 2.5 ഗ്രാം ക്ലോറിൻ ആണ് ആവശ്യം. ഇത് അമീബയെ തുരത്താനാണ് കേട്ടോ. ഇതിന് സാധാരണ ക്ലോറിനേഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എനെ പ്രതിരോധിക്കാൻ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമുണ്ട്. അതിന് ഇതിന്റെ ഇരട്ടി ബ്ലീച്ചിങ് പൗഡറിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് അമീബയെ തുരത്താനായിട്ടുള്ള ക്ലോറിനേഷന്റെ കാര്യമാണ്. നോർമൽ ക്ലോറിനേഷൻ 4 മീറ്റർ ചുറ്റളവുള്ള കിണറിൽ ഒരു പടവിൽ ഏകദേശം 1000 ലിറ്റർ വെള്ളമാണുള്ളത്. അപ്പോൾ എത്ര പടവുണ്ട് നിങ്ങളുടെ കിണറിന് എന്നനുസരിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളമെന്ന് കണക്കാക്കുക. ഓരോ 1000 ലിറ്ററിനും 2.5 ഗ്രാം ക്ലോറിൻ ആണ് ആവശ്യം. അതായത് അത്ര ബ്ലീച്ചിങ് പൗഡറാണ് ആവശ്യം. മനസ്സിലായല്ലോ? അപ്പൊ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത്, കുളിക്കാനുള്ള വെള്ളം എടുക്കുന്നത്, അത് ക്ലോറിനേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു തവണയാണ് അമീബയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, വൺസ് വീക്ക്ലി. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ അതും വേറൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എ കാരണമുള്ള കേസുകളും മരണങ്ങളും ആയിരുന്നു നമ്മുടെ ഇടയിൽ കൂടിയിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അവിടെയും ആവശ്യം ക്ലോറിനേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം ജലജാഗ്രതയാണ് നമുക്ക് മഞ്ഞപ്പിത്തം തടയാനും അമീബേനെ തടയാനും ഒക്കെയുള്ള ഏക പ്രതിവിധി കേട്ടോ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന 2.5 ഗ്രാമിന്റെ ഇരട്ടി ഉപയോഗിക്കും വേണം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോപ്പർ ക്ലോറിനേഷൻ. ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയോ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി സ്വന്തം വീട്ടിലെ ജലസ്രോതസ്സിനെ നിങ്ങൾ ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞു, എങ്ങനെയാണ് ക്ലോറിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് എനെ പറ്റി പറഞ്ഞു, സൂപ്പർ ക്ലോറിനേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ സ്വിമ്മിംഗ് പൂളുകൾ, വാട്ടർ തീം പാർക്കുകൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം കുട്ടികൾക്ക് പറ്റുന്നില്ല, മണം പറ്റുന്നില്ല, സ്കിന്നിന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ക്ലോറിൻ ചെയ്യാത്ത വെള്ളത്തിൽ കുട്ടികളെ ഇറക്കി വിടരുത്. പിന്നെ ഇനി പറയാനുള്ള കാര്യം, നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നിർബന്ധമായി നോക്കണം. എങ്ങനെയാണ് കോളിഫോം ബാക്ടീരിയ വരിക? സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എവിടുന്നെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ കിണറ്റിലെ വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് കോളിഫോം ബാക്ടീരിയ വരിക. ഈ കോളിഫോം ബാക്ടീരിയ അമീബേനെ കൂടുതൽ വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കോളിഫോം ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഇതിനൊക്കെ ചെയ്യേണ്ടത് ക്ലോറിനേഷൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി കുളിക്കാൻ പോകുന്നു, സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മൂക്കിലൂടെയാണ് ഇത് കയറുന്നത്. അപ്പൊ ഇതുവരെ നനച്ചാലും കുഴപ്പമില്ല. ഒരിക്കലും വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്യാതിരിക്കുക. മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലും ഇവിടെ കെട്ടാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഴുത്ത് വരെ നിങ്ങൾ നനയ്ക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ക്ലാസ്സിലേക്ക് പോകണ്ട, വാട്ടർ തീം ക്ലാസ്സിലേക്ക് പോകണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജാഗ്രത വേണമല്ലോ, നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മൂക്കിലേക്ക് വെള്ളം അടിച്ചു കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ നനച്ചോളൂ. മുഖത്തിന്റെ ഭാഗത്തേക്ക് നനയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലതാണ്. പിന്നെ ഈ അമീബ മസ്തിഷ്കജ്വരം മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് കണ്ണിൽ ഇൻഫെക്ഷൻസ്, അതായത് കെരട്ടൈറ്റിസ്, ഇൻഫെക്റ്റീവ് കെരട്ടൈറ്റിസ് ഉണ്ടാക്കുന്ന പെർമനന്റ് ആയിട്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അമീബ തലച്ചോറിനെ മാത്രമല്ല വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ജാഗ്രത വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേശം ഭയം കൂടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് അബദ്ധമൊന്നുമില്ല. കുറച്ച് ലേശം പേടിയോടുകൂടി തന്നെ. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മരണങ്ങൾ കൂടുകയാണ്. കേസുകൾ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല, പല 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 സ്ഥലങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് ഇപ്പം ഇങ്ങനെ കുളിക്കാനും നീന്തി കുളിക്കാനും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം ചെറുപ്പക്കാരായിരിക്കും. ആ കുട്ടികളിലാണ് ഈ കേസുകൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് അമീബിക് മസ്തിഷ്കജ്വരം ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലീസ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജലസ്രോതസ്, ജലജാഗ്രത ആരും മറക്കരുത്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന, മുമ്പ് ഞാൻ കുടിക്കാൻ മാത്രമാണ് പറഞ്ഞിരുന്നത്, കുടിക്കാൻ മാത്രമല്ല കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ സൺഡേ ടോക്കാണ്. എല്ലാവരും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.
ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ രോഗത്തെ ജാഗ്രതയോടെ തന്നെ നേരിടുക. കോവിഡിനെ എങ്ങനെ നമ്മൾ നേരിട്ടുവോ അതേ തീവ്രതയോടെ തന്നെ ഈ രോഗത്തെയും കാണുക. നമ്മുടെ കേരളം ഇന്ന് ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. എന്താണ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് വിശദീകരിക്കുകയാണ് പട്ടം SUT ആശുപത്രിയിലെ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ സ്നേഹ ആർ മേനോൻ. എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്ന് കൂടി ഡോക്ടറിന്റെ വാക്കുകളിലൂടെ അറിയാം. നമ്മളിന്ന് കേരളം വളരെ ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്. അപ്പോൾ എന്താണ് ഈ മെനിഞ്ചോ എൻകെഫലൈറ്റിസ്? അതായത് നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം, അതിന്റെ കവറിങ്സ്, മെനിഞ്ചസ്, ഇതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അപകടകരമായ ജീവി എന്ന് പറയുന്നത് അമീബയാണ്, നൈഗ്രീരിയ ഫൗണ്ടേരി. അപ്പോൾ ഇത് വളരെയധികം മരണസംഖ്യ കൂടുതലുള്ള, വളരെ അപൂർവമാണെങ്കിലും ഡെത്ത് റേറ്റ് വളരെ കൂടുതലുള്ള ഒരു രോഗമാണ്. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏകദേശം 18ഓളം ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 67ഓളം പേര് ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോ അത്രയധികം അപകടകരമാണ് ഇതിന്റെ ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് ചികിത്സയുണ്ടോ, ഇതിന് എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ, ഇതിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ ടോക്ക്. അപ്പോൾ ഈ അസുഖം, ഈ അമീബ കാണപ്പെടുന്നത് വളരെ മലിനമായ ജലസ്രോതസ്സുകളിലാണ്. അതായത് ഒഴുക്കില്ലാത്ത തടാകങ്ങളാവാം, നമ്മുടെ വീട്ടിലെ കിണറാവാം, അതുപോലെ വാട്ടർ ടാങ്ക് ആവാം. എവിടെയാണോ ആൽഗെ, ബയോഫിലിംസ് ഉണ്ടാവുന്നത് അവിടെ അമീബയ്ക്ക് വളരാൻ നല്ല ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലോട്ട് കയറി പറ്റുന്നത്? ഇപ്പൊ നമ്മൾ ഈ മലിനമായ ജലസ്രോതസ്സുകളിൽ മുങ്ങി കുളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡൈവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് മൂക്ക് കഴുകുക, മുഖം കഴുകുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അമീബയ്ക്ക് നമ്മുടെ മൂക്കിലൂടെ മസ്തിഷ്കത്തിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? മൂക്കിലെ നാഡീവ്യൂഹം, ഒൾഫാക്ടറി നെർവ് എന്ന് പറയും. അപ്പൊ അതിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് എത്താൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ ബ്രെയിനിലെത്തി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ചിലവർക്ക് ഹോൾസ് ഉണ്ടാവും നമ്മുടെ ഇയർ ഡ്രമ്മിൽ, കർണപടലത്തിൽ. അപ്പൊ അതിലൂടെയും ഇങ്ങനെ സ്വിം ചെയ്യുമ്പോഴും ഡൈവ് ചെയ്യുമ്പോഴും ഈ അമീബയ്ക്ക് ബ്രെയിനിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ബ്രെയിനിൽ എത്തി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു പേഷ്യന്റ് കാണിക്കുന്നത്? അപ്പൊ പേഷ്യന്റിന് ശക്തമായ തലവേദന, അതുപോലെ നിർത്താതെയുള്ള ഛർദി, കടുത്ത പനി, അതുപോലെ ഓക്കാനം, വെളിച്ചത്തിലോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കഴുത്ത് തിരിക്കാനും മടക്കാനുമുള്ള ബുദ്ധിമുട്ട്. അത് ഇംഗ്ലീഷിൽ നെക്ക് സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത് അതിനെ. ഇനി രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ പേഷ്യൻസ് ഫിറ്റ്സ്, അതായത് അപസ്മാരം, അതുപോലെ തന്നെ രോഗാവസ്ഥ കുറയുക, കോമയിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെത്തി ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം. കാരണം ഏർലി സ്റ്റേറ്റസിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്. പക്ഷെ വളരെയധികം മരണസാധ്യതയുള്ള ഒരു അസുഖമാണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പൊ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി നമുക്ക് പ്രിവെൻഷൻ ആണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, ജലസ്രോതസ്സുകൾ, അതിൽ മുങ്ങി കുളിക്കാതിരിക്കുക. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രവണതയാണ് എവിടെയെങ്കിലും ഒന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ശുചിത്വം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക, അതിലൊന്നും കുളിക്കാതെ, അതുപോലെ സ്വിം ചെയ്യാതെ, നീന്താതെ, ഡൈവിങ് അതൊന്നും ഇല്ലാതെ തോന്നും. അതുപോലെ ഇൻ കേസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ നേസൽ പ്ലഗ്സ് യൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും സഹായിക്കണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ തീം പാർക്ക്, സ്വിമ്മിംഗ് പൂൾ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, നമ്മളെല്ലാം ഇതിൽ പോവാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പോവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ വാട്ടറിൽ പ്രോപ്പർലി ക്ലോറിനേറ്റഡ് ആണെന്ന്, അതായത് നല്ലപോലെ ക്ലോറിനേഷൻ അതിന്റെ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുഖം എന്നിവയെല്ലാം കഴുകുമ്പോൾ അത് ആ വെള്ളം വളരെ ശുചിത്വമുള്ളതാണെന്ന് പ്രത്യേകം ഉറപ്പാക്കുക. നമ്മുടെ മൂക്ക് കഴുകുമ്പോൾ അത് ബോയിൽഡ് വാട്ടർ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ, ഇതൊക്കെ കൊണ്ടാണ് മൂക്ക് കഴുകുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. എപ്പോഴും ആലോചിക്കുക, ഭയമല്ല ജാഗ്രതയാണ് ഇവിടെ വേണ്ടത്. സുരക്ഷിതമായ വെള്ളം, ഇവിടെ സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നു. ഇവിടെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. അത് മനസ്സിലാക്കി രോഗം വരുന്നതിന് മുൻപ് തന്നെ അതിനെ എങ്ങനെ സുരക്ഷിതമായി പ്രതിരോധിക്കാം എന്നുകൂടി അറിയുക. സ്ത്രീകൾക്കായി നവപദ്ധതിയുമായി ആരോഗ്യവകുപ്പ്.
കേരള സർക്കാർ ആരോഗ്യവകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്ത്രീ എന്ന പദ്ധതിയിൽ സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെക്കുന്നു. സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങളായ സ്തനാർബുദം, ഗർഭാശയാർബുദം, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയവയുടെ നേരത്തെയുള്ള പരിശോധനയും ചികിത്സയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഗർഭകാലത്തും പ്രസവാനന്തര കാലത്തും പ്രത്യേക ശ്രദ്ധ നൽകുന്നു. പദ്ധതിയുടെ ഭാഗമായി എല്ലാ ജില്ലാ ആശുപത്രികളിലും പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക സ്ത്രീ ക്ലിനിക് തുടങ്ങും. സ്ത്രീകളുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം ലക്ഷ്യം വെക്കുന്ന ക്ലിനിക്കുകൾ സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്നു. ഗൈനക്കോളജി, ഓങ്കോളജി, കാർഡിയോളജി, എൻഡോക്രൈനോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ പരിശോധനകൾ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭ്യമാക്കുന്നു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം, മാനസികാരോഗ്യം, ജീവിതശൈലി രോഗങ്ങൾ, പ്രായപൂർത്തിയായ ശേഷം നടക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ ഈ പദ്ധതിയിൽ ഉണ്ടാവും. ഗർഭിണികൾക്കായി പ്രത്യേക പരിശീലന ക്ലാസുകൾ, സുരക്ഷിത പ്രസവം, കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണം എന്നിവയും ഉൾപ്പെടും. ഗ്രാമപ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്കായി വീടുകളിലെത്തി ഹോം ഹെൽത്ത് കെയർ സേവനങ്ങൾ നൽകും. ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. സ്ത്രീകളിൽ ജീവിതശൈലി രോഗങ്ങളുടെ നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും ഇത് ലക്ഷ്യം വെക്കുന്നു. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാൻ സഹായം നൽകുന്നു. അതുപോലെ സ്ത്രീകൾക്കായുള്ള സമഗ്ര ഡാറ്റാബേസ്, ഗ്രാമപ്രദേശങ്ങളിലേക്കും പിന്നാക്ക വിഭാഗങ്ങളിലേക്കും ആരോഗ്യ സേവനങ്ങൾ എന്നിവയും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.